വെച്ചാൽ ഇനിയും ഇത് സംസാരിക്കാതിരുന്നാൽ ഇത് ഞങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിനെയും പേഴ്സണൽ ലൈഫിനെയും ബാധിക്കും. കാരണം ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. ഇവൻ കെട്ടിയിട്ടില്ല, ഇവന് കുടുംബമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കള്ളം കഴിച്ചാണ്, കുട്ടികളുണ്ട്. അപ്പോൾ അവരിലേക്ക് പോലും ഈ പ്രശ്നം എത്തിത്തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ അവരുടെ മാനസികാവസ്ഥകൾ ബാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞങ്ങളിത് വരുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു പ്രസ് മീറ്റ് ചെയ്ത് ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി വന്നിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ആളാണ്. നിങ്ങളെയൊക്കെ ഞാൻ അന്നേരം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഞാൻ വളരെ സന്തോഷത്തോടെ എടുക്കുന്ന ഒരു പ്രസ് മീറ്റ് അല്ല ഇത്. പക്ഷേ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു അവസരം കൂടെ ആണിത്. 2 ദിവസമായിട്ട് ഇവിടുത്തെ പല മാധ്യമങ്ങളും വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. അതെനിക്കറിയാം. ഒരു സൈഡ് മാത്രം കേട്ടതിൻ്റെ പുറത്തുള്ള ന്യൂസ് കൊടുക്കലാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറയുകയല്ല. മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടവരെ ഞാൻ കണ്ടു, സപ്പോർട്ട് ചെയ്യാതെ ഇടുന്നതിനെ കണ്ടു. ഇതാരെയും കുറ്റം പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ പറയാനുള്ള കാര്യം കൂടെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നൊരു കാര്യം ആദ്യമേ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ പ്രസ് മീറ്റ് തുടങ്ങുന്നത്. ഇതിൽ ആദ്യമേ പറയാനുള്ളത്, ഞങ്ങളുടെ സിനിമ ചെയ്ത ഒരു നിർമ്മാതാവ്, അതായത് ഞങ്ങളുടെ സിനിമ എന്ന് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ സിനിമയും വിഷ്ണുവിൻ്റെ സിനിമയും ഞാൻ എഴുതിയ സിനിമ, ഞങ്ങളുടെ ലാസ്റ്റ് സിനിമ സുമതിയുളവ് നിർമ്മിച്ച നിർമ്മാതാവിൻ്റെ ഒരു വീഡിയോ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ എത്തുകയും, അത് നിങ്ങൾ പറയുന്ന പോലെ 3 ദിവസം മുന്നേ വന്നൊരു വീഡിയോ അല്ല, അത് അദ്ദേഹവും പറയുന്നുണ്ട്. 2 ആഴ്ച മുന്നേ വന്ന ആ വീഡിയോ, ഒരു രാത്രിയിൽ ആ വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ അബദ്ധത്തിൽ പോസ്റ്റ് ആവുകയും പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യുകയും ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ത്രെഡിൽ പിന്നീട് കിടക്കുകയും ആരോ അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ദിവസങ്ങളിൽ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ വന്നിരുന്നു. ഈ വീഡിയോ വന്നതിൻ്റെ അറിഞ്ഞ അന്ന് രാവിലെ തന്നെ അദ്ദേഹത്തെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മെമ്പേഴ്സിനെ വിളിച്ച് സംസാരിക്കുകയും അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയക്കുകയും അതിനുശേഷവും അദ്ദേഹം എനിക്ക് റിപ്ലൈ ഇട്ട് ഞങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാണെന്ന് അദ്ദേഹം തന്നെ അത് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 2 ദിവസം മുന്നേ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്ക് എത്തുകയും അത് പിന്നീട് കേരളം എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാളം വായിക്കാൻ അറിയാവുന്ന ലോകം മുഴുവനുള്ള ആളുകൾ അത് കാണുകയും ഷെയർ ചെയ്യുകയും സെലിബ്രേറ്റ് ചെയ്യുകയും ഇന്ന് ഇവിടുത്തെ ഒരു മുഖ്യധാര പത്രത്തിൽ വാർത്തയായി വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പേരുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ല ഈ വാർത്തകളൊന്നും പുറത്തു വന്നിരിക്കുന്നത്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ PR ചെയ്യാൻ വേണ്ടി നിങ്ങൾ പല ആളുകളും ഞങ്ങൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. നിങ്ങൾ ഈ ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്ന ടീമുകൾ അല്ലെങ്കിൽ PR ചെയ്യുന്ന ടീമുകൾ ചോദിക്കുന്ന പൈസ തന്നിട്ടാണ് ഞങ്ങൾ ഇത്ര നമ്പേഴ്സ് ഓഫ് കാർഡുകൾ പോലും ഞങ്ങൾക്ക് ഒരു സിനിമയുടെ പ്രൊമോഷൻ തരുന്നത്. അതേ PR ടീം കഴിഞ്ഞ 2 ദിവസമായിട്ട് എടുക്കുന്ന നല്ല ജോലി സോഷ്യൽ മീഡിയ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഇന്ന്